ഒരു രക്ഷയില്ല ചങ്ങന്മാരെ, അതിൻ്റെ പവറാണ് ഞങ്ങൾ. അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ എന്നതൊക്കെയാണ് ഒരു അടിപൊളി കാർപ്പ് ഫിഷിങ്ങിൻ്റെ കോംബോ ആയിട്ടാണ് വന്നത്. 8 സാധനങ്ങൾ, റോഡ്, റീല്, ബ്രൈഡ്, അതുപോലെ തന്നെ അതിൻ്റെ കാർപ്പ് ബ്രൈഡ്, ഹുക്കുകൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ റോഡ് വരുന്നതെന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ സോളിഡ് ഫൈബറിൻ്റെ റോഡാണ്. അതുകൊണ്ട് തന്നെ ഹെവി സ്ട്രെങ്ത് നമുക്ക് താങ്ങും. ഞാൻ ഇതിൻ്റെയൊക്കെ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് വെയിറ്റ് 100 ഗ്രാം മുതൽ 250 ഗ്രാം വരെ വരുന്നതാണ്. നമ്മുടെ സാധാ കാസ്റ്റിങ്ങിനല്ല, മെയിനായിട്ട് കാർപ്പ് ഫിഷിങ് പോലെ നമ്മൾ എറിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരുന്നാണ്ട് കുത്തി വെച്ച് കണ്ട് നിൽക്കൂലേ, അങ്ങനത്തെ ഫിഷിങ്ങിന് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഞാനിത് തൂക്കുന്നതൊക്കെ ഉണ്ട്. ഇത് പിന്നെ പോരാത്തതിന് ഇതുണ്ടോ, ജസ്റ്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തൊക്കെ ആണെങ്കിൽ തന്നെ ഇതുണ്ടോ, ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുത്താൽ മതി. ഓക്കെ, മുറുക്കി കൊടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ ഇത് ഊരി പോരുന്നുള്ള പേടിയുമില്ല. അപ്പോൾ ഇത് തൽക്കാലത്തിന് ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ റീൽസ് കിങ്ങിൻ്റെ 4000 സീരീസിലുള്ള ഒരു റീലാണ് കേട്ടോ. നമ്മുടെ ഇതിലോട്ട് വരുന്നത് ഇതൊക്കെയാണ്, ഒരു സ്പൈഡർ ഹുക്ക് വരുന്നുണ്ട്. റിക്കി മാറുടെ 8Xൽ വരുന്ന ഒരു ബ്രൈഡ് ലൈൻ ഉണ്ട് 100 മീറ്റർ. അതുപോലെ തന്നെ 1/2 കിലോ ജെക്ക് കാർപ്പ് ഫീഡ് ഉണ്ട്. പിന്നെ 2 ഓപ്പൺ ഹുക്ക്, 2 സെറ്റാണ്, ഫുള്ള് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ കൂരൽ, പരല് ഇതിനൊക്കെ പിടിക്കാനും കുറച്ച് വലുപ്പമുള്ള സിലോപ്പി ഇങ്ങനെയുള്ളതിനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രിംഗ് നെറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മിഞ്ഞ കുടുങ്ങിയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മണിയുണ്ട്. അതുപോലെ നമ്മുടെ ഈ സ്പൈഡർ ഹുക്കും ഇതൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്നാപ്പ് ലോക്കും വരുന്നുണ്ട്. ഞാനിതൊക്കെയാണ് നമ്മുടെ കോംബോയിലുള്ള എല്ലാ സാധനവും, നമ്മുടെ റോഡ്, അതുപോലെ തന്നെ റീല്, അതിൻ്റെ റിക്കി മാർവിൻ്റെ ബ്രൈഡും ഒക്കെ സെറ്റ് ആക്കിയതാണ്. ഇതൊക്കെയാണ് ജസ്റ്റ് ഇതൊന്ന് ഇതുണ്ടോ, ഇതിപ്പോൾ 3,400 ഉണ്ട്, ഒരു 3 കിലോ. പിന്നെ നമ്മുടെ കാർപ്പ് ഫിഷിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രാഗ് എടുത്ത് വലിച്ച് അങ്ങനെ പോകുന്ന ഫിഷ് അല്ല. അതിന് മെയിനായിട്ട് നമ്മളിതൊന്ന് ഡ്രാഗ് ലൂസ് ചെയ്ത് ഓടിച്ചൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മലർന്നുകൊണ്ട് നമുക്ക് ഒതുങ്ങി തരുന്ന ഒരു മത്സ്യമാണ് കേട്ടോ. ഈ ഫൈബർ ഗ്ലാസ്, അതുപോലെ തന്നെ സോളിഡ് ഫൈബർ റോഡുകളൊക്കെ എന്താവും, നമുക്ക് കാസ്റ്റിംഗ് വെയിറ്റ് കൂടുതലായിരിക്കും. നമ്മുടെ ഈ ഉണ്ട്, അതായത് സ്പൈഡറിൽ ഓപ്പൺ ഹുക്കിലൊക്കെ നമ്മുടെ ഫീഡ് ഇട്ട് വരുമ്പോൾ 100 ഗ്രാമിൽ അധികം ഉണ്ടാവും. അപ്പോൾ അത് എറിയുന്ന സമയത്ത് എന്താണ്, പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കാർപ്പ് ഫിഷിങ്ങിന് എപ്പോഴും എന്താവുന്നത് ഫൈബർ ഗ്ലാസും സോളിഡ് ഫൈബറൊക്കെ പറയാനുള്ള കാരണം. അതിൽ തന്നെ ഇത് നമുക്ക് പക്ഷേ എന്താവും, കുറച്ച് വെയിറ്റ് ഉണ്ടാവും. നമ്മുടെ സാധാ ഫിഷിങ്ങിന് അത്രത്തോളം ബെറ്റർ ആയിരിക്കില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ ലൈവ് ചെമ്മീനൊക്കെ ഓടിച്ച് അമൂറും ഇതിനൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ, കൈകൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനേയും പിടിച്ച് നിർത്താനുള്ള ഉറപ്പും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിത് ഇവിടുന്ന് ഇതാ ഒരു രക്ഷയില്ല ചങ്ങന്മാരെ, അതിൻ്റെ പവറാണ് ഞങ്ങൾ. ഇത് ഈ ഫൈബർ ഗ്ലാസ്, സോളിഡ് ഫൈബർ മേലൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഈ ഒരു കളി കളിക്കാൻ പറ്റുള്ളൂ, ഇത്രയും പവർ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ തൂക്കി പിടിച്ചൊക്കെയാണ് നമുക്ക് ഒരു തരൻ്റെ ഇതൊക്കെ പിടിച്ച പവറാണ് പറഞ്ഞില്ലേ. അയ്യോ, ഇതൊക്കെയാണ് നമ്മുടെ കോമ്പോയിൽ വരുന്ന സാധനങ്ങൾ മൊത്തത്തിൽ. നമ്മുടെ സാധനം എവിടെ വേണമെന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ ഒലിപ്പുറം കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ്. നിങ്ങൾക്ക് നേരിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയക്കും. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പം നമ്മുടെ കൊറിയർ പോകുന്നുണ്ട്. ലക്ഷദ്വീപുകൾ നിലവിൽ ഒഴിവാണ് കേട്ടോ. അപ്പോൾ ഫിഷിങ്ങിൻ്റെ എന്ത് ടാക്കിൾസ് ഉണ്ടെങ്കിലും ഇതാ ഈ കാണുന്ന 2 നമ്പറിൽ വാട്സപ്പിൽ വന്നോളി. മാക്സിമം വാട്സപ്പിൽ തന്നെ വരാൻ നോക്കുക. കോള് കഴിയേണ്ട പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപകാരമാകും. എന്താ വെച്ചാൽ ഒരുപാട് കോളുകൾ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പക്ഷേ വാട്സപ്പിൽ വരാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ കിട്ടും. അപ്പോൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ.